ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്കന്ധം 1 അധ്യായം 8 കുന്തി സ്തുതി വരുന്ന കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന വരുന്ന അധ്യായമാണ്. ഇന്നലെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ കുന്തി മഹാറാണിയുടെ സ്തുതി നമ്മൾ പഠിച്ചു. ആ ശ്ലോകങ്ങളെല്ലാം 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ഇന്നലെ ഭഗവാന്റെ കൃപ കൊണ്ട് ആ ഒരു സെക്ഷൻ തീർത്തിരിക്കുന്നു. അടുത്ത ഒരു ചെറിയൊരു ഭാഗം കൂടെ ഈ ഒരു അധ്യായത്തിലുണ്ട്. അതിനുശേഷം ഈ ഒരു അധ്യായം അവസാനിക്കുന്നു. അതിനു മുമ്പായി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് കുന്തി സ്തുതി ഒന്ന് വളരെ ചുരുക്കത്തിൽ, വളരെ പെട്ടെന്ന്, അതായത് എന്താണ് ഓരോ ശ്ലോകങ്ങളിൽ പറയുന്നത് എന്നുള്ളത് മാത്രം, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഒരു വരിയിൽ നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഓരോ തീം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം വരുന്നത് 18ാമത്തെ ശ്ലോകമാണ്. അതായത് അദ്ദേഹത്തിലെ 18ാമത്തെ ശ്ലോകം മുതലാണ് കുന്തി മഹാറാണിയുടെ സ്തുതി തുടങ്ങുന്നത്. 18, 19, 20 ഈ 3 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനെ ആർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീമിലാണ് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 18ാമത്തെ ശ്ലോകത്തിൽ കുന്തി ദേവി പറയുന്നു, അങ്ങ് പരമദൈവോത്തമ പുരുഷനാണ്, അകത്തും പുറത്തും ഒരേപോലെയുണ്ട് എന്നുള്ളതൊക്കെ. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മായാജവനിക ഛന്നം, അതായത് അങ്ങയുടെ യോഗമായ ഉപയോഗിച്ച് അങ്ങ് കവർ ചെയ്യുന്നു, അതുകൊണ്ട് അങ്ങ് അദൃശ്യനാണ്, പല ആളുകൾക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങയെക്കുറിച്ച്. അങ്ങയുടെ ലീലകളാവട്ടെ, ഭഗവാന്റെ ജന്മകർമ്മങ്ങളെല്ലാം ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. കാര്യം അങ്ങ് മായ അല്ലെങ്കിൽ യോഗമായ ഉപയോഗിച്ച് അതിനെ മൂടുന്നു, അതുകൊണ്ട് അങ്ങ് അദൃശ്യനാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പരമഹംസർക്ക് മാത്രമേ അല്ലെങ്കിൽ പരമഹംസർക്ക് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, എന്നെപ്പോലുള്ള സാധാരണ ഒരു സ്ത്രീക്ക് അത് സാധിക്കില്ല എന്ന് പറയുന്നു 20-ൽ. എന്നാൽ 21ാമത്തെ ശ്ലോകം മുതൽ കുന്തി മഹാറാണിയുടെ ആ ഒരു സൗഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം പറയുന്നു 21ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു ദേവകി വസുദേവരുടെയും കാര്യം. അതായത് കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അവിടെ വസുദേവരുടെയും ദേവകിയുടെയും മകൻ എന്നുള്ളതിലാണ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദേവകി റാണിയും വസുദേവനും ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്ന് ആ ശ്ലോകത്തിലൂടെ കുന്തി മഹാറാണി എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഗൗഡിയ ആചാര്യന്മാരുടെ ആ ഒരു വിശദീകരണവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ദേവകി എന്നുള്ളത് യശോദ വേറെ പേരാണെന്നും വസുദേവൻ എന്നുള്ളതും നന്ദ മഹാരാജൻ്റെ ഒരു പേരും കൂടിയാണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ കൃഷ്ണനെക്കുറിച്ച് ഓർത്താണ് കുന്തി മഹാറാണി ഈ ശ്ലോകം ചൊല്ലുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. 22ാമത്തെ ശ്ലോകത്തിൽ നമോ പങ്കജനാഭായ നമോ പങ്കജമാലിനെ, ഭഗവാനോട് പറയുന്നു, ഭഗവാന്റെ ആ ഒരു രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, കുന്തി മഹാറാണി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള രൂപം കാണുവാൻ എനിക്ക് സാധിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് സൗഭാഗ്യം അല്ലെങ്കിൽ ഒരുപാട് ഭാഗ്യമുണ്ട് എനിക്ക് എന്നുള്ളതാണ് കുന്തി ദേവി പറയുന്നത്. നമോ പങ്കജനാഭായ നമോ പങ്കജമാലിനെ നമോ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗരേ. നമ്മളും ഈ ഒരു ശ്ലോകവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം 23-ൽ പറയുന്നു, ദേവകിയേക്കാളും വസുദേവരെക്കാളും ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഞാൻ, കാരണം എൻ്റെ മക്കളെ ഇപ്പോഴും ഏതൊക്കെ അപകട സാഹചര്യങ്ങളിലാണെങ്കിലും അവിടെയെല്ലാം അങ്ങ് വന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ദേവകിയുടെ മക്കളെ അങ്ങ് രക്ഷിച്ചിട്ടില്ല. അതിൻ്റെ കാരണവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കുന്തി മഹാറാണി പറയുന്നു, ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു, ഓരോ സാഹചര്യങ്ങളിലും അങ്ങ് വന്ന് എൻ്റെ മക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഞാനാണ് കൂടുതൽ ഭാഗ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു. അത് ഇവിടെ ഒരു കുന്തി മഹാറാണിയുടെ ഭാവം മനസ്സിലാക്കണം. അഹംഭാവത്തോടു കൂടി പറയുന്നതല്ല, ഞാനാണ് കൂടുതൽ ഭാഗ്യം ചെയ്തിട്ടുള്ളതെന്ന്
സാധാരണ ഒരു ഭക്തൻ എങ്ങനെ പറയുമെന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ വിനയത്തോടു കൂടി, ഇത് വിനയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല. എനിക്ക് അതായത് പറയുന്നത്, ഞങ്ങൾ എപ്പോഴും അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാന് ദേവകി റാണിയുമായിട്ടുള്ള റിലേഷൻ പറയാനില്ല, അത് അമ്മയും മകനും എന്നുള്ളതാണ്. കാര്യം കുന്തി മഹാറാണി അവിടെയും പറയുന്നു, ആ ദേവകി റാണിയുടെ ഉദരത്തിൽ അങ്ങ് അല്ലെങ്കിൽ അമ്മയായിട്ട് സ്വീകരിച്ചു. ഇവിടെ കുന്തി ദേവി അമ്മയല്ല, മറിച്ച് ബന്ധുവാണ്. പക്ഷെ എന്നാൽ അമ്മയുടെ സ്ഥാനം അമ്മയുടെ പോലെയാണെന്നേ ഉള്ളൂ, പക്ഷെ അമ്മയല്ല, വ്യത്യാസമുണ്ട്. കുന്തി മഹാറാണി അവരെ ദേവകി റാണിയും വസുദേവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ കുന്തി മഹാറാണിയുടെ ആ ഒരു ഉള്ളിലുള്ള സന്തോഷം പറയുന്നു, അതായത് അങ്ങ് എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉള്ളിൽ നിന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 24 പറയുന്നു, ഓരോ അവസരങ്ങൾ, അതായത് എന്തൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ അവസരങ്ങളിലാണ് ഭഗവാൻ സംരക്ഷിച്ചിട്ടുള്ളത്. വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാത് അസത് സഭായ വനവാസകൃച്ഛത, പിന്നെ മൃദേ അനേക മഹാരഥാശ്രുതോ, പിന്നെ ദ്രൗണിയസ്ത്ര. 7 കാര്യങ്ങൾ പറയുന്നു. ഈ എല്ലാ സമയത്തും അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ള 25ാമത്തെ ശ്ലോകത്തിൽ കുന്തി ദേവി പറയുന്നു, വിപദാ സന്തുത ശാശ്വത് തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത്സ്യാദ് അപുനർഭവ ദർശനം. കൂടുതൽ വീണ്ടും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ ദുരിതങ്ങൾ വരുമ്പോൾ അങ്ങയെ നേരിട്ട് കാണാൻ സാധിക്കുന്നു, അങ്ങയുടെ ദർശനം ഞങ്ങൾക്കുണ്ടാവുന്നു, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാവുന്നു. അതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നുള്ള രീതിയിലാണ് കുന്തി ദേവി പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകവും നമ്മൾ വേണ്ട രീതിയിൽ വളരെയധികം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇനി 26 കുന്തി ദേവി പറയുന്നു, ആർക്കാണ് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്കാണ് എളുപ്പം എന്നാണ് പറയുന്നത്. ജന്മൈശ്വര്യ ശ്രുതശ്രീഭിർ ഏതമാനമത പുമാൻ, ആ ശ്ലോകം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ജന്മൈശ്വര്യ ശ്രുതശ്രീ ഉള്ള ആളുകൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർ ഭഗവാനെ മറക്കാനാണ് സാധ്യത. കാരണം ഇതെല്ലാം ചിലപ്പോൾ ഒരു ബാധയായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും എങ്ങനെ, അതായത് ഇതില്ലാത്ത ആളുകൾക്ക് അകിഞ്ചന ഗോചരം, അകിഞ്ചനായിട്ടുള്ള, അകിഞ്ചൻ എന്ന് പറയുമ്പോൾ ഭൗതിക തലത്തിൽ ഒന്നുമില്ലാത്ത ആളുകൾക്ക് അങ്ങേ ആശ്രയിക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് പറയുന്നു, അകിഞ്ചന ഭക്തർ ആരാണ്, അകിഞ്ചന ഭക്തരോട് ഭഗവാൻ എങ്ങനെയാണ് തിരിച്ച് ഭഗവാന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അകിഞ്ചന വിത്തായ, അതായത് ഭഗവാൻ പറയുകയാണെങ്കിൽ ഒന്നും ഭൗതിക തലത്തിൽ ഒന്നുമില്ലാത്ത ആളുകളുടെ അല്ലെങ്കിൽ എല്ലാമാണ്, അവരുടെ പ്രോപ്പർട്ടിയാണ് ഭഗവാൻ എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ, ഇതെല്ലാം. പിന്നെ 28ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ അവിടെ അഭിസംബോധന ചെയ്യുന്നു, സമയമായിട്ട്. സമയം എന്ന് പറയുന്നത് അങ്ങാണെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്തും അവിടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു സമയത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, എല്ലാം ഈ ലോകത്ത് നടക്കുന്നതെല്ലാം സമയത്തെ ആസ്പദമാക്കിയിട്ടാണ്. സമയം അതിനൊരു വലിയൊരു ഫാക്ടറാണ് അല്ലേ. ജന്മം അല്ലെങ്കിൽ സൃഷ്ടി സംഹാരം എല്ലാം ഇത് സമയത്തിൻ്റെ ചക്രത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും അഹം കാലോസ്മി എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. 29ാമത്തെ ശ്ലോകത്തിൽ, ശ്ലോകം 29, 30, 31, 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ജന്മവും കർമ്മവും വളരെ സ്പെഷ്യലാണ്. അത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട് അതിൽ എന്നുള്ളതാണ് പറയുന്നത്. 29 കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളത്. 29, 30, 31. ഇപ്പോൾ 29 പ്രത്യേകിച്ചും എടുത്തു പറയുന്നു അങ്ങയുടെ ലീലകളെല്ലാം സാധാരണ ആളുകൾ, അതായത് സാധാരണ മനുഷ്യരുടെ ലീലകൾ പോലെ ആളുകൾക്ക് തോന്നുന്നു. എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നു, വിഡംബനം എന്ന് പറയുന്നു കുന്തി ദേവി. ആളുകൾ വിചാരിക്കുന്നു അങ്ങ് പക്ഷാഭേദം കാണിക്കുന്നു, പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നുള്ളത്.
എന്നാൽ അദ്ദേഹം നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഭഗവാൻ ഒരു പക്ഷാഭേദവും പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും ആ പാത്രത, ആ കാരുണ്യം ഏറ്റുവാങ്ങാനുള്ള പാത്രം അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പാർഷ്യാലിറ്റിയുടെ കാര്യം അല്ലെങ്കിൽ പക്ഷാഭേദത്തിൻ്റെ കാര്യം. ഇനി പിന്നെ വേറൊരു കാര്യം പറയുന്നത് കുന്തിദേവി അടുത്ത ഒരു വിരോധാഭാസം, ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അങ്ങ് അജനാണ് എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ല അങ്ങ്. കാര്യം ഭഗവാൻ പരമദിവ്യത്വ പുരുഷനാണ്. ജന്മം മരണം എന്നുള്ള പ്രക്രിയകളൊന്നും ഭഗവാന് വരുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അല്ലേ. അകർത്തു എന്ന് പറയുമ്പോൾ അങ്ങ് പ്രത്യേകിച്ച് അങ്ങ് ആക്ടിവിറ്റിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. എന്നാൽ നമ്മളവിടെ പറഞ്ഞിരുന്നു ഭഗവാൻ ഭൗതിക തലത്തിലുള്ള ഒരു ജന്മവും ഭൗതിക തലത്തിലുള്ള കർമ്മങ്ങളും ഭഗവാനെ ബാധിക്കുന്നതല്ല എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിൽ നമ്മൾ കാണുന്നു, ഇതെല്ലാം കാണുന്നു. ജനിക്കുന്നത് പോലെ ജനിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം ആവിർഭവിക്കുന്നു. അതേപോലെ അദ്ദേഹം പല കർമ്മങ്ങളും പല കാര്യങ്ങളും ചെയ്യുന്നു. അതെല്ലാം നമുക്ക് അത്ഭുതം തരുന്ന കാര്യങ്ങളാണ്. ജന്മകർമ്മച്ച വിശ്വാത്മൻ എന്ന് പറയുന്ന ശ്ലോകം 30. ഇനി 31 യശോദാ മാതയെ കുന്തി ദേവി സ്തുതിക്കുന്നു. അതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. യശോദാമാതയുടെ സ്നേഹം പാശം കൊണ്ട് അങ്ങ് കൃഷ്ണനെ കെട്ടിയിടാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ദാമോദര ലീലയെല്ലാം അവിടെ 31 നമ്മൾ ചർച്ച ചെയ്തിരുന്നു വിശദമായി. ഇനി 32 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തതാണ്. 32 മുതൽ 34 വരെ 3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ എഗെയിൻ ജന്മം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പുണ്യശ്ലോകസ്യ കീർത്തയെ, യുധിഷ്ഠിര മഹാരാജാവിനെ പോലുള്ള അല്ലെങ്കിൽ പുണ്യാത്മാക്കൾ, അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് കീർത്തി കൊടുക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് യുധിഷ്ഠിര മഹാരാജാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യദു വംശത്തിലെ എല്ലാവരും യദു രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി പിന്നീട് പറയുന്നു അപരേ വാസുദേവസ്യ ദേവക്യാം യാചിതോ ഭഗ്യാത്. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥന അതിനുത്തരമായിട്ട് അങ്ങ് അവതരിക്കുന്നു. അസ്യക്ഷേമായ, എല്ലാവരുടെയും ക്ഷേമത്തിനായി അങ്ങ് അവതരിക്കുന്നു. പിന്നെ പറയുന്നു അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അല്ലേ. വധായ ച സുരദ്വിഷാം. സുരദ്വിഷാം എന്ന് പറഞ്ഞാൽ, സുരൻ എന്ന് പറയുമ്പോൾ ദേവതമാരുടെ ശത്രുക്കളെ, അതായത് അസുരന്മാർ, അവരെ അവരെ വധിക്കാൻ വേണ്ടി അങ്ങ് അവതരിക്കുന്നു. പിന്നീട് പറയുന്നു 6ാമത്തെ കാരണമായിട്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമായി അങ്ങ് അവതരിക്കുന്നു, ഭൂമിയിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടി. ഇത്രയുമാണ് 34, 32, 33, 34 പറയുന്നത്. 35ാമത്തെ ശ്ലോകത്തിൽ കുന്തി ദേവി പറയുന്നു, എന്നാൽ ശരിക്കും അങ്ങ് അവതരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശ്രവണം, സ്മരണം, അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയകൾ, ആ ഒരു നവവിധ ഭക്തിയെ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ആളുകളെ ഓർമ്മിപ്പിക്കാനും അതെല്ലാം വീണ്ടും ആളുകളിലേക്ക് എത്തിക്കുവാനും വേണ്ടി അങ്ങ് അവതരിക്കുന്നു എന്നുള്ളത് പറയുന്നു 35. 36ാമത്തെ ശ്ലോകത്തിൽ ഭക്തിയുത സേവനങ്ങളുടെ ശക്തിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷണശ സ്മരന്തി നന്ദന്തി തപേഹിതം ജന എന്നുള്ള ശ്ലോകം. ആരാണോ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ശ്രവണം, കീർത്തനം, സ്മരണമെല്ലാം ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്കും അങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആനന്ദവും ആർക്കാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആര് ചെയ്യുമ്പോൾ, ശ്രവണം, കീർത്തനം, സ്മരണം ചെയ്യുമ്പോൾ ആനന്ദം കിട്ടുന്നവരും, അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം കിട്ടുന്നവരും, അങ്ങനെയുള്ളവർക്ക് ഏവ പശ്യന്തി അചിരേണ താവകം, അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ അവർക്ക് ലഭ്യമാവും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഭവ മഹാസാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നു. ഭൗതിക ലോകം കടന്ന് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും, അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുന്നു. 37ാമത്തെ ശ്ലോകത്തിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഭഗവാന്റെ ഒരു സംഘത്തിനായി, ഭഗവാന്റെ ഒരു സാമീപ്യത്തിനായി കൂടുതൽ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുന്തി ദേവി അപേക്ഷിക്കുന്നു.
ഞങ്ങളെ വിട്ടുപോവുകയാണോ? ഒരുപാട് ശത്രുക്കളായി കുരുക്ഷേത്ര ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ അങ്ങ് ഞങ്ങളെ വിട്ടു പോകരുത്, അവരൊക്കെ ഞങ്ങളെ ആക്രമിക്കും. അപ്പോൾ കൃഷ്ണൻ തിരിച്ചു പറയുന്നതൊക്കെ നമ്മൾ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഭീമനും അർജുനനൊക്കെ ശക്തിശാലികളാണ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മരാജനാണ്. അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് കൃഷ്ണൻ ഉത്തരം പറയുന്നു. എന്നാൽ അപ്പോൾ കുന്തിദേവി പറയുന്നു അങ്ങനെയല്ല, കാരണം ഞങ്ങൾക്കുള്ള എല്ലാ 38 പറയുന്നു, ഞങ്ങൾക്കുള്ള കീർത്തിയാവട്ടെ ശക്തിയാവട്ടെ എല്ലാം തന്നെ അതിന് കാരണം അങ്ങാണ്. അങ്ങുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം ഉള്ളത്. അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിർവീര്യമാവുന്നത്, അതേപോലെയാണ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ കുന്തിദേവി പറയുന്നു. 39-40 ശ്ലോകം 2 ശ്ലോകത്തിൽ പറയുന്നു, അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഈ ഹസ്തിനാപുരം ശൂന്യമാവുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും, ഇപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് ഈ രാജ്യത്തിന്, അതെല്ലാം നഷ്ടമാവും. അങ്ങയുടെ തൃപ്പാദങ്ങൾ പതിയാതെയാവുമ്പോഴും അങ്ങയുടെ ആ ഒരു ദൃഷ്ടി പതിയാതെയാവുമ്പോഴും ഞങ്ങൾക്കെല്ലാം നഷ്ടമാവുന്നു. ഈ രാജ്യം മുഴുവനും ശൂന്യമാവുന്നു. എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ പോവും എന്നുള്ളത് അങ്ങുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളത് എന്നാണ് കുന്തിദേവി പറയുന്നത്. 41 ശ്ലോകത്തിൽ പറയുന്നു, അത്ത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ സുഖേഷുമേ. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. എവിടെയും പറയുന്നു എൻ്റെ ബന്ധങ്ങൾ, ഭൗതികമായിട്ടുള്ള ശരീരബന്ധങ്ങൾ എനിക്ക് വേണ്ട. ആ ശരീരബന്ധം, ആത്മീയബന്ധം നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായിട്ടും, കുടുംബത്തിലെ എല്ലാവരുമായിട്ട്, പാണ്ഡവരായിട്ടും യാദവരായിട്ടും ഒക്കെ ആത്മീയബന്ധം നിലനിർത്തിക്കൊണ്ട്, എന്നാൽ ശാരീരികമായിട്ടുള്ള ബന്ധം എനിക്ക് അതൊരു കർമ്മബന്ധനത്തിന് കാരണമാണ്, അതുകൊണ്ട് അത് മുറിച്ചു തരാൻ അങ്ങ് സഹായിക്കണം എന്ന് പറയുന്നു. 42 പറയുന്നു, ത്വയിമേ അനന്യ വിഷയ മതിർമധുപതേ സകൃത് രതിം ഉദ്ധവതാധ ഗംഗേ വകം ഉദൻമതി. ഇത് വളരെ നല്ല ശ്ലോകമാണ്. അവിടെ കുന്തിദേവി പറയുന്നു, എൻ്റെ ഒരു ആകർഷണം, അങ്ങയിലേക്കുള്ള ആകർഷണം എങ്ങനെയാണോ ഗംഗാനദി കടലിലേക്ക് ലയിക്കുന്നത്, ഒരു തടസ്സവും കൂടാതെ, തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് എങ്ങനെയാണോ നിരന്തരം അപ്രതിഹത തടസ്സമില്ലാതെ പോകുന്നത്, അതേപോലെ എൻ്റെ അങ്ങയോടുള്ള ആ ഒരു ആകർഷണം എപ്പോഴും ഒരേപോലെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്, ഗംഗ കടലിലേക്ക് ഒഴുകുന്നത് പോലെ എന്ന് പറഞ്ഞ് കുന്തി മഹാറാണി അവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ശ്ലോകവും നമ്മൾ ചർച്ച ചെയ്തു. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണേ വൃഷഭാവനി ദൃക് എന്നുള്ള ശ്ലോകത്തിൽ എല്ലാം, അതായത് ഒരു പ്രാവശ്യം എല്ലാം കൂടെ ഭഗവാന്റെ ഒരു കീർത്തി, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്, പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഇത്രയും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇനി 44 നോക്കാം. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള കുന്തി സ്തുതി. 43 ശ്ലോകം വരെ, 18 മുതൽ 43. ഇനി 44 ശ്ലോകം. സൂത ഉവാച പൃതയേത്തം കലാപദൈ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയൻ ഇവ മായയ. പ്രഭു, ഞാൻ ഇന്നലെ വായിച്ചില്ല, വായിക്കട്ടെ? ഹരേ കൃഷ്ണ. ശ്ലോകം 44. സൂത ഉവാച ഹൃദയേഥം കളപദൈ പരിണുത അഖിലോദയഃ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നീവ മായയാം. വിവർത്തനം ശ്രീലപ്രഭുപാദ് കീ ജയ്. സൂത ഗോസ്വാമി അരുളി ചെയ്തു, ഇപ്രകാരം ഭഗവാനെ സ്തുതിക്കുവാനായി വിശിഷ്ടമായ വാക്കുകളാൽ ചിട്ടപ്പെടുത്തിയ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച അദ്ദേഹം മന്ദഹസിച്ചു. ആ മന്ദഹാസം അദ്ദേഹത്തിന്റെ മായാശക്തിയെ പോലെ തന്നെ വശ്യമോഹനമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. സൂത ഗോസ്വാമി പറയുന്നു, ഭഗവാൻ ഈ കുന്തിദേവിയുടെ പ്രാർത്ഥനയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, സ്തുതിയായിരുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? മന്ദസ്മിതം,
മന്ദം ജഹാസ, ചിരിക്കുന്നു ഭഗവാൻ. വളരെ മന്ദസ്മിതമാണ് അദ്ദേഹം. അങ്ങനെയാണ് ഉത്തരം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ആ സ്തുതിയെ ഭഗവാൻ റിസീവ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു ശ്രീലാസൂത ഗോസ്വാമി, ആ ഒരു ചിരിയിലെല്ലാം ഉണ്ട് എന്നുള്ളത്. എല്ലാവിധ ആരെ വേണമെങ്കിലും മായയ, മോഹയൻ മായയ, ആരെ വേണമെങ്കിലും കീഴ്പ്പെടുത്താനുള്ള ശക്തി ആ ഒരു ചിരിയിലുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം ആ ചിരിയിൽ എല്ലാ ഉത്തരവും ഉണ്ട്. കുന്തി ദേവിയോട് നന്ദി പറയുന്നതും ആ ചിരിയിലുണ്ട്. ഭഗവാൻ ആ ചിരിയിലൂടെ എല്ലാം കൺവേ ചെയ്യുന്നു. അതാണ് ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അതായത് കുന്തി ദേവി വളരെ മനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഉത്തമ ശ്ലോകങ്ങളെല്ലാം ഉപയോഗിച്ച്, ഉത്തമ ശ്ലോകം എന്ന് പറയുമ്പോൾ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു എന്നുള്ളൊരു അർത്ഥവും, ഉത്തമ ശ്ലോകം എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥം വരുന്നത് ആരെയാണോ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ ഉപയോഗിച്ച് കീർത്തി അല്ലെങ്കിൽ സ്തുതിക്കുന്നത് അവർ ഉത്തമ ശ്ലോകനാണ് എന്നുള്ളത്. അതായത് ഭഗവാന്റെ ഒരു പേരും കൂടിയാണ് ഉത്തമ ശ്ലോക. അതേപോലെ രണ്ടർത്ഥം തിരിച്ചും, ഏതൊക്കെ ശ്ലോകങ്ങളാണോ ഭഗവാനെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്നത് അതെല്ലാം ഉത്തമ ശ്ലോകങ്ങളാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ കുന്തി മഹാറാണി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചൊല്ലിയിട്ടുള്ള ആ സ്തുതിയെല്ലാം ഉത്തമ ശ്ലോകങ്ങളാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു. അതെല്ലാം അത്രയും സന്തോഷം അദ്ദേഹത്തിന് അതിലൂടെ അദ്ദേഹത്തിന് സന്തോഷമാവുന്നു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാനെ നിന്ദിക്കുന്നതും തമ്മിൽ ഭഗവാനെ സംബന്ധിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ വ്യത്യാസമില്ല. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുമ്പോൾ പറയുന്ന ആൾക്ക് അതിൻ്റെ ബെനിഫിറ്റുണ്ട്. ഭഗവാനെ സ്തുതിക്കുകയാണെങ്കിൽ അത് അവരുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഇപ്പോൾ ശിശുപാലൻ എന്താണ് ചെയ്തത്? ഭഗവാനെ നിന്ദിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഭഗവാൻ കൊടുത്ത ഉത്തരം ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടിരുന്നത്. കാര്യം ഈ നിന്ദയും ഭഗവാനെ ബാധിക്കുന്നില്ല. അതേപോലെ സ്തുതിയും ഭഗവാനെ ബാധിക്കുന്നില്ല. കാര്യം നമ്മൾ സ്തുതിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കീർത്തി കൂടുന്നില്ല പ്രത്യേകിച്ച്. കാര്യം ഭഗവാന്റെ കീർത്തിയും അതെല്ലാം ഓൾറെഡി ഉണ്ട് എപ്പോഴും. അതിനൊരു വ്യത്യാസമില്ല, അത് ശാശ്വതമായിട്ടുണ്ട്. എന്നാൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ശീല പ്രഭുപാദ് പറയുന്നു, മനോഹരമായിട്ടുള്ളൊരു കാര്യം പറയുന്നു, ഒരു ഉപമ ഇവിടെ പറയുന്നു. ചെറിയൊരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം വർത്തമാനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടി അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അതായത് ചെറിയ കുട്ടികൾ അങ്ങനെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും, അതായത് ചെറിയ കുട്ടികൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? ചെറിയ കുട്ടികൾ, അതായത് വാക്കുകളൊന്നും ശരിക്കും വന്നു തുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത്. അവർ പറയുന്നതൊക്കെ അച്ഛനും അമ്മയും ഒക്കെ വളരെ ചിരിച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം കേൾക്കുന്നു മാത്രമല്ല അവർക്ക് ഒരുപാട് ഒരു ആനന്ദം അതിൽ നിന്ന് കിട്ടും. അതേപോലെയാണ് ഇവിടെ ഭഗവാനെ എങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞാലും അത് പോരാതെയാവും. കാര്യം നമ്മുടെ വാക്കുകൾക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ ആ മഹത്വങ്ങൾ, ശരിയല്ലേ? അപ്പോൾ എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെയും എത്ര ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നു, അത് പോരാ എന്നുണ്ടെങ്കിൽ പോലും കുറച്ചാണെങ്കിലും വലുതാണെങ്കിലും ഭഗവാൻ ഒരേപോലെ അതിനെ സ്വീകരിക്കും. കാര്യം ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഭാവമാണ്. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഏത് ഉദ്ദേശത്തിലാണ് പറയുന്നത്, അതാണ്. കുന്തി ദേവിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഭഗവാൻ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. അത്രയും സന്തോഷം ഭഗവാന് കിട്ടുന്നു, അല്ലെങ്കിൽ അത്രയും ഭഗവാൻ പ്രീതിപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ നേരെ മറിച്ച് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്തുതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം ഭഗവാൻ അറിയാം ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ ഉള്ളതെന്നുള്ളത്. കുന്തി ദേവിയുടെ ഉള്ളിലുള്ളത് നിഷ്കളങ്കമായിട്ടുള്ള കൃഷ്ണപ്രേമമുണ്ട്. അത് ഭഗവാന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട്
സ്തുതികളെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. വേറൊരു കാര്യം ഇവിടെ നമുക്ക് ഓർക്കാവുന്നത്, നമ്മൾ ഇതുപോലെ ഒരാളല്ലെങ്കിൽ ഒരു ഭക്തൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമ്മളെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി അവർ പറയുകയാണെങ്കിൽ, നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, കുറേ നേരം ഒരു 10 മിനിറ്റ് അവർ സംസാരിച്ചു, അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മൾ ചിരി മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഉത്തരമായിട്ട് ഭഗവാൻ ചെയ്തതുപോലെ എന്തായിരിക്കും ആ പറയുന്ന ആളുടെ അവസ്ഥ? അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ചിരിയിൽ എല്ലാം അടങ്ങുന്നു. നമ്മളാരും ഭഗവാനല്ല. ആ ഒരു ചിരിയിലൂടെ കുന്തിദേവിക്ക് കിട്ടേണ്ട ഉത്തരവും ആ റെസിപ്രൊക്കേഷൻ അതിലൂടെ കിട്ടി. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. സ്നേഹം ഉള്ളിലുണ്ട്, അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ചില സ്നേഹം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കേണ്ടത് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, കാര്യം ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എവിടെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉള്ള സ്നേഹബന്ധം നമ്മൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ, മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ, ആ സ്നേഹബന്ധത്തിന് ഇടയ്ക്ക് അത് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് പല രീതിയിലൂടെ, അത് മക്കളോടുള്ള സ്നേഹമാണെങ്കിലും അച്ഛനും മക്കൾക്കും ആണെങ്കിലും ഭാര്യ ഭർത്താവും ആണെങ്കിലും, ആ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അത് അത്ര എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല, എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നത് അതെല്ലാം മടിയുടെ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ കുറവാണ്. ആക്ച്വലി നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അത് പ്രകടിപ്പിക്കാൻ അറിയാത്തത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഫുൾ ആക്ടിങ് ചെയ്തുകൊണ്ട് ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതല്ല. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അകത്തൊന്നുമില്ലാതെ ഇനി ആക്ടിങ് മാത്രം ചെയ്യുക എന്നുള്ളതല്ല. രണ്ട് എക്സ്ട്രീംസിലേക്കും പോകാൻ പാടില്ല. രണ്ട് എക്സ്ട്രീംസിലും പോകുന്നത് നല്ലതല്ല. മറിച്ച് മിതമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിക്കുക, മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിക്കുക. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് എല്ലാവിധ ബന്ധങ്ങളും നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. ഈവൻ ഭക്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് കണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ചിരിയിൽ എല്ലാം ഉണ്ട്. കാര്യം ഭഗവാൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം തിരിച്ച് പറയാനുള്ളതല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതെല്ലാം ചിരിയിലൂടെ ആരോടാണോ പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ഓൾറെഡി അവർക്ക് ആ ഫീലിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ പറയേണ്ടതായിട്ടുള്ളൊരു ആവശ്യം നമ്മളെപ്പോലെ ഇല്ല. അതാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഭഗവാനൊന്ന് ചിരിച്ചല്ലേ ഉള്ളൂ, അതുപോലെ ഞാനും ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓക്കെ ഒന്നും പറയാണ്ടേ. അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊരു കാര്യം, ഒരാൾ നമ്മളോട് 15 മിനിറ്റ് നേരെ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് അവർ ഉള്ളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളൊന്നും അതിന് വേണ്ട രീതിയിൽ അതിൻ്റെ ഉത്തരം കൊടുക്കാതെ, അല്ലെങ്കിൽ അത്രയും അത് നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കണ്ടേ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമ്മളത് കൊണ്ടുവരണം. കാര്യം ഇതൊക്കെയാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കഠിനഹൃദയമായിട്ടിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വൈരാഗ്യം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിരക്തി നേടണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് അതിൽ ഒരു ഇത് അറ്റാച്ച്മെൻറ്റ് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ വേണ്ട രീതിയിൽ ആ സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ശരിയായിട്ടുള്ള പെരുമാറ്റം ഇല്ലെങ്കിൽ അത് ഭക്തരുടെ ലക്ഷണമല്ല. ഭക്തരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. സനാതൻ ഗോസ്വാമിയുടെ കാര്യം പറയാം. സനാതൻ ഗോസ്വാമി അദ്ദേഹം എല്ലാ ദിവസവും വൃന്ദാവനത്തിലുള്ള സമയത്ത് ഇങ്ങനെ നടക്കും ബ്രജവാസികളെ കാണാൻ വേണ്ടി. ഓരോ വീടുകളിൽ പോയി അദ്ദേഹം കുശലം അന്വേഷിക്കും. വെറുതെ. സാധുവാണ് അദ്ദേഹം. സാധു ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട്. എന്നാൽ സനാതൻ ഗോസ്വാമി പോയി അവിടെ എല്ലാവരോടും എങ്ങനെ നിങ്ങളുടെ നാമജപം നന്നായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യം മാത്രമല്ല, അത് കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ടാവും. മറിച്ച് അവരുടെ സാധാരണ കാര്യങ്ങൾ ചോദിക്കും. അവരുടെ വീട്ടിലെല്ലാവരുടെയും അസുഖമൊന്നുമില്ലാതെ ആരോഗ്യമൊക്കെ നല്ലതാണോ എന്നൊക്കെ പറഞ്ഞ് ജനറലായിട്ട് അവരോട് സംസാരിക്കും. എല്ലാവർക്കും ഈ
ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അതായത് പേഴ്സണലി അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബന്ധങ്ങളെ നിലനിർത്തും. ഇതെല്ലാം സനാതൻ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ആ രീതിയിലായിരിക്കണം ആളുകളായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ, പ്രത്യേകിച്ചും ഭക്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഇൻറ്റിമേറ്റായിട്ട് ഇൻറ്റിമസിയോടുകൂടി സംസാരിക്കുന്നത്, ഇൻറ്റിമസിയോടുകൂടി പെരുമാറുമ്പോൾ തന്നെയാണ് ആ റിലേഷൻഷിപ്സ് എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കഠിന ഹൃദയം പോലെ ഒരു ആക്ടിംഗ് ഒക്കെ കാണിക്കുവാണെങ്കിൽ അതൊന്നും കാര്യം. ഇതല്ല ആത്മീയ ലോകത്തിൽ. ഗോലക വൃന്ദാവനത്തിൽ എല്ലാവരും മൃദു ഹൃദയമുള്ളവരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമാണുള്ളത്. ഈവൻ സംസാരിക്കുന്ന വാക്കുകൾ, സംസാരിക്കുന്ന രീതി, അതേപോലെ മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള പെരുമാറ്റം ഒക്കെയാണ് അവിടെയുള്ളത്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ കാര്യമില്ല. ഇതെല്ലാം ഭൗതികമാണ്, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മായാവാദികളെ പോലെ നമ്മൾ തുടങ്ങാൻ പാടില്ല. എന്നാൽ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട സംഭവങ്ങൾ ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്നാൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ പെരുമാറാനും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കണം. അതിനുള്ള ബുദ്ധി വിവേകം നമുക്ക് കിട്ടുന്നത് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ. ദദാമി ബുദ്ധിയോഗം, ഭഗവാൻ വേണ്ട ബുദ്ധി എവിടെ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളതൊക്കെ ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ ചൈത്യഗുരുവായി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, 45-ാമത്തെ ശ്ലോകം. തമ്പാടം ഇതി ഉപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രീയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിതഃ. ദേവു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 45. താമ്പാടമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രീയശ്ച സ്വരൂപം യാസ്യൻ പ്രേംണാ രാജ്ഞാൻ നിവാരിത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. അപ്രകാരം ശ്രീമതി കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച ശേഷം ഭഗവാൻ മറ്റുള്ള സ്ത്രീജനങ്ങളോട് താൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്ന വിവരം അറിയിക്കാൻ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ കൊട്ടാരത്തിൽ നിന്നും മടങ്ങുന്ന വേളയിൽ വിനയപൂർവമായ സ്നേഹത്തോടെ യുധിഷ്ഠിര മഹാരാജനാൽ ഭഗവാൻ തടയപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ കുന്തി ദേവിയുടെ പ്രാർത്ഥനയെല്ലാം ഭഗവാൻ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഹസ്തിനാപുരത്തിൽ നിന്ന് ഹസ്തിനാപുരത്തിലെ എല്ലാവരോടും സമ്മതം വാങ്ങി യാത്ര തിരിക്കാൻ, ദ്വാരകയിലേക്ക് പോകാൻ മടങ്ങാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? യുധിഷ്ഠിര മഹാരാജാവ് അവിടെ വരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഭഗവാനോട് ഒരു കാര്യം, ഒരു റിക്വസ്റ്റുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആർക്കും ഭഗവാനെ ഹസ്തിനാപുരത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഭഗവാന് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ സാധിക്കും സാധാരണ, അല്ലേ? ഭഗവാൻ എന്താണ് സാധിക്കാത്തത്? എന്നാൽ പ്രഭുപാദ് പറയുന്നത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ വളരെ സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു അഭ്യർത്ഥന മൂലം അദ്ദേഹം കുറച്ചും കൂടെ ദിവസങ്ങൾ അവിടെ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് യുധിഷ്ഠിര മഹാരാജാവ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആ ഒരു റിക്വസ്റ്റ് ഭഗവാൻ സ്വീകരിക്കുന്നു. കൂടുതൽ ചിന്തിച്ചില്ല അതിനെക്കുറിച്ച്, കൂടുതലൊന്നും ചിന്തിക്കാതെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ആ റിക്വസ്റ്റ് അദ്ദേഹം സ്വീകരിക്കുന്നു. അപ്പോൾ അതാണ് അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള പ്രേമം, ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് അങ്ങനെ അതിനെ നിരാകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭഗവാൻ അതിനെ റിജക്റ്റ് ചെയ്യാൻ, ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. കാര്യം പരിശുദ്ധ ഭക്തരെ എന്തു പറയുന്നു ഭഗവാൻ അത് ചെയ്യും. അത്രയും ഇഷ്ടമാണ് ഭക്തരെ ഭഗവാൻ. അഹം ഭക്തപരാധീനോ, ഭക്തരെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു റിക്വസ്റ്റുമായി വന്നപ്പോൾ അദ്ദേഹത്തിന് നോ എന്ന് പറഞ്ഞില്ല. വേണമെങ്കിൽ പറയാം, പക്ഷെ പറയില്ല അദ്ദേഹം. ഭഗവാന്റെ ഭഗവാൻ ഭക്തരോടുള്ള സ്നേഹം അങ്ങനെയാണ്. അതാണ് പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമദിവ്യത്വം പുരുഷൻ ആയിട്ടുള്ള ഭഗവാനെ
ഭക്തരുടെ സ്നേഹം കൊണ്ട് ഭക്തർ കീഴ്പ്പെടുത്തുന്നു. കീഴ്പ്പെടുത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ളതല്ല. അതിൻ്റെ അർത്ഥം ഭഗവാൻ പരിശുദ്ധ ഭക്തരുടെ സ്നേഹത്തിന് മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുന്നു. എങ്ങനെയാണോ യശോദറാണിയുടെ സ്നേഹത്തിന് മുമ്പിൽ ഭഗവാൻ വീഴുന്നത് നമുക്കറിയാം. അതേപോലെ എല്ലാ ഭക്തരും, ഇപ്പോൾ പാണ്ഡവരും അതേപോലെ തന്നെയാണ്. അവരും ഒട്ടും പുറകിലല്ല. അവരുടെ ആ ഒരു പ്രേമത്തിൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഒരു അഭ്യർത്ഥന ഭഗവാൻ മാനിക്കുന്നു. ശ്ലോകം 46. വ്യാസാദ്യേർ ഈശ്വരേ ഹാജ്ഞൈ കൃഷ്ണേനാദ്ഭുതകർമ്മണ പ്രബോധിതോ പിതാ ഹാസ്യേർ നാ ബുദ്ധ്യത സുചാർപ്പിതഃ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്ലോകം 46. വ്യാസാദൈരീശ്വരേ ഹാജ്ഞേ കൃഷ്ണേനാത്ഭുത കർമ്മണ പ്രബോധിതോപീതിഹാസേർന ബുദ്ധ്യത സുചാർപ്പിത. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കൂ. ശോകാകുലനായ യുധിഷ്ഠിര മഹാരാജാവിനെ സാന്ത്വനപ്പെടുത്തുവാൻ വ്യാസമഹർഷിയുടെ നേതൃത്വത്തിലുള്ള മഹർഷിവര്യന്മാരുടെ ഉപദേശങ്ങൾക്കോ അതിമാനുഷിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോ എല്ലാ ചരിത്ര പ്രമാണങ്ങൾക്ക് പോലുമോ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധത്തിന് ശേഷം ഒരുപാട് വേദനയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം മാറുന്നേയില്ല. അപ്പോൾ അവിടെ വ്യാസദേവനെ പോലുള്ള വരിഷ്ഠരായിട്ടുള്ള വലിയ വ്യാസദേവനെ പോലുള്ള മറ്റുള്ള ശ്രേഷ്ഠരായിട്ടുള്ള സാധുജനങ്ങൾ ഇദ്ദേഹത്തെ യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ഭഗവാനും അതിന് ശ്രമിച്ചു. പക്ഷേ ഇതിലൊന്നും ഭഗവാൻ കൺവിക്ഷൻ വരുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവിന് സംതൃപ്തി വരുന്നില്ല. അവരുടെ സമാധാനിപ്പിക്കലും അവരുടെ ആ ഒരു സാന്ത്വനിപ്പിക്കലും ഒക്കെ ഇതെല്ലാം വ്യാസദേവനും മറ്റുള്ള സാധുക്കളും അതേപോലെ ഭഗവാൻ നേരിട്ടുമൊക്കെ ചെയ്യുന്നു. പക്ഷെ അതിലൊന്നും യുധിഷ്ഠിര മഹാരാജാവിന് സമാധാനം കിട്ടുന്നില്ല. അതാണ് പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഒരു വിഷമത്തെക്കുറിച്ച്. കാര്യം യുദ്ധം യുധിഷ്ഠിര മഹാരാജാവ് ആഗ്രഹിച്ചതല്ല, പാണ്ഡവരാരും ആഗ്രഹിച്ചതല്ല. എന്നാൽ ദുര്യോധനന് അത് വേണമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇത് യുദ്ധം ചെയ്യാതിരിക്കാനും യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനും സാധിക്കില്ലായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്. കാര്യം അദ്ദേഹം ക്ഷത്രിയനാണ്. ക്ഷത്രിയരെ ആരെങ്കിലും ചലഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കേണ്ടി വരുന്നു, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും അദ്ദേഹം സ്വയം എടുക്കുവാണ്. ഞാൻ കാരണമാണ് ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സംഭവിച്ചിട്ടുള്ളതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ട് പ്രഭുപാദ് ഒരു കാര്യം നോക്കണം. ഭഗവാൻ പറഞ്ഞിട്ട് പോലും യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജന് അത് കൺവിക്ഷൻ വരുന്നില്ലെങ്കിൽ കാര്യം സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതായത് യുധിഷ്ഠിര മഹാരാജനോട് പറയുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റല്ല, നിങ്ങൾ ധർമ്മം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധർമ്മികളെ അവസാനിപ്പിച്ചു. ഇത് ഒരു ക്ഷത്രിയനായിട്ടുള്ള ഒരു ക്ഷത്രിയർ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റല്ല, അതിന് പാപമില്ല, അത് തെറ്റല്ല എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ആര് പറഞ്ഞിട്ടും യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാവുന്നില്ല. ഭഗവാനടക്കം ശക്തിയാവേശ അവതാരമായിട്ടുള്ള വ്യാസദേവൻ പറയുന്നു, മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള സാധുജനങ്ങൾ പറയുന്നു. അവർ പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ കയറുന്നില്ല. ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടും കയറുന്നില്ല, അതിന് ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ നിന്ന് ഭഗവാൻ, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു, പുറമേ നിൽക്കുന്ന ഭഗവാൻ പറയുന്നത് കേൾക്കണ്ട, അല്ലെങ്കിൽ കേൾക്കാൻ അതിനെ പൂർണ്ണമായിട്ടും ഇപ്പോൾ സ്വീകരിക്കേണ്ട, ആക്സെപ്റ്റ് ചെയ്യേണ്ട. കാര്യം അത് കൺവിക്ഷൻ വരണ്ട എന്നുള്ളത്. അപ്പോൾ ഒരേ സമയത്ത് പുറമേ നിന്ന് ഭഗവാൻ നേരിട്ട് പറയുന്നു, ഉള്ളിൽ നിന്ന് പരമാത്മാവ് പറയുന്നു യുധിഷ്ഠിര മഹാരാജനെ കൊണ്ട്
ഭഗവാൻ പറയുന്നത് കൺവിക്ഷൻ അല്ലെങ്കിൽ അതിനെ കൺവിൻസ് ആവുന്ന രീതിയിൽ ഭഗവാൻ സമ്മതിക്കുന്നില്ല ഉള്ളിലിരുന്ന്. പരമാത്മാവ് അവിടെ ഇടപെടുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ. കാര്യം ഭഗവാന്റെ ആഗ്രഹമായിരുന്നു, ഞാൻ പറഞ്ഞാൽ പോലും യുധിഷ്ഠിര മഹാരാജാവിന് സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഭീഷ്മ പിതാമഹനെ കൊണ്ട് പറയിപ്പിക്കണം. ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നതാണ് ഉത്തമം. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് സമാധാനമാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ വരുന്നത് അപ്പോഴാണ്. അതിനുവേണ്ടി ഭഗവാൻ പോലും അദ്ദേഹം പറയുന്നത് പോലും അതിൽ പോലും വിശ്വാസം വരാത്ത രീതിയിൽ ഉള്ളിലിരുന്ന് പരമാത്മാവായിട്ട് ഭഗവാൻ അവിടെ പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. അതായത് വേറൊരു ഭക്തന് വേണ്ടി ആ ക്രെഡിറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. ആർക്ക്? ഭീഷ്മ പിതാമഹന് വേണ്ടി. അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ പറഞ്ഞിട്ട് പോലും യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മറിച്ച് ഭഗവാന്റെ ശുദ്ധ ഭക്തനായിട്ടുള്ള ഭീഷ്മദേവൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് വിശ്വാസം വരുന്നു. അതിൻ്റെ അർത്ഥം ഭീഷ്മ പിതാമഹൻ്റെ ആ ഒരു സ്ഥാനം മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹൻ്റെ സ്തുതിക്കുവാൻ വേണ്ടി, മഹത്വങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഭഗവാൻ ഭക്തർക്ക് വേണ്ടി ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ചെയ്യുന്നത് അദ്ദേഹം? നമുക്ക് ചിന്തിക്കാൻ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആരെയാണ് കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്തത്? ഭഗവാന് സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. പക്ഷെ ചെയ്യുന്നില്ല. അദ്ദേഹം ക്രെഡിറ്റ് അവിടെ എടുക്കുന്നില്ല. ആ ക്രെഡിറ്റ് മുഴുവനും ഭീഷ്മ പിതാമഹന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. അർജുനോടുള്ള സ്നേഹം, ഭീഷ്മ പിതാമഹനോടുള്ള സ്നേഹം, യുധിഷ്ഠിര മഹാരാജനോടുള്ള സ്നേഹം, എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള, നമുക്ക് ഇതെങ്ങനെയെന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അത് ഭഗവാനെ സാധിക്കുകയുള്ളൂ. അത്രമാത്രം സ്നേഹമാണ് ഭക്തരോടുള്ളത്. 47-ാമത്തെ ശ്ലോകം. ആഹാ രാജാ ധർമ്മസുതസ് ചിന്തയൻ സുഹൃദാം വദം പ്രാകൃത്യേനാത്മനാ വിപ്ര സ്നേഹമോഹാവശം ഗതഃ. ഓക്കെ, നേരത്തെ കലാദേവി മാതാജിയാണോ വായിക്കാനുണ്ടായിരുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ആഹാ രാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃദാം വദം പ്രകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹവശം ഗതഃ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ധർമ്മപുത്രനായ യുധിഷ്ഠിര രാജാവ് സുഹൃത്തുക്കളുടെ മരണത്താൽ ആമഗ്നനായി ഒരു സാധാരണ ഭൗതികവാദിയെ പോലെ അത്യധികം ദുഃഖിച്ചു. അല്ലയോ മുനിമാരെ, ഇപ്രകാരം സ്നേഹത്താൽ വ്യാമോഹിതനായ അദ്ദേഹം സംസാരിക്കുവാൻ ആരംഭിച്ചു. ഹരികൃഷ്ണ പ്രഭുജി. യുധിഷ്ഠിര മഹാരാജാവ് സാധാരണ ഒരു ഭൗതികവാദിയെ പോലെ സംസാരിക്കുന്നു. ഇനി പറയാൻ പോവാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളൊരു വാക്ക് കണ്ടു, അദ്ഭുത കർമ്മണ എന്ന് പറയുന്നത്. ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ അദ്ഭുത കർമ്മണ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, അതായത് ഭഗവാൻ. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ഭുത കർമ്മണ എന്ന് ആ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിര മഹാരാജാവിനെ ഉള്ളിൽ നിന്ന് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അദ്ദേഹം പുറമേ നിന്ന് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഉള്ളിലിരുന്ന് കൊണ്ട് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ഭുത കർമ്മണ അല്ലെങ്കിൽ അത്ഭുത കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. ആർക്കും ഒന്നും മനസ്സിലാവില്ല. അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ എന്നാലും ആ ഒരു വാക്കിൻ്റെ അദ്ഭുത കർമ്മണ എന്ന ശ്ലോകത്തിലുള്ളതിൻ്റെ പ്രസക്തി പറഞ്ഞു എന്ന് മാത്രം. ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ക്ഷത്രിയർക്ക് വേണ്ട രീതി അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും ആവശ്യങ്ങൾക്കായി, അല്ലെങ്കിൽ ആവശ്യമുള്ള യുദ്ധങ്ങളിൽ, ധർമ്മയുദ്ധങ്ങളിൽ പങ്കെടുക്കണം. അത് ആക്ച്വലി അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അതിൽ സംഭവിക്കുന്നത് എന്താണെങ്കിലും, മരണമാണെങ്കിലും, നമ്മൾ വേറെ ആളുകളെ കൊല്ലുന്നുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഒന്നും അവർക്ക് നഷ്ടം സംഭവിക്കില്ല. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയൊന്നും, അദ്ദേഹം ധർമ്മയുദ്ധമായിട്ടോ ഇത് അങ്ങനെയുള്ള രീതിയിൽ കാണുന്നില്ല. അദ്ദേഹം പറയുന്നു, എൻ്റെ സ്വാർത്ഥത കാരണമാണ് ഇതെല്ലാം നടന്നത് എന്നുള്ളൊരു ഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നോക്കാം, കുറച്ച് ശ്ലോകം കൂടിയുള്ളൂ. 48-ാമത്തെ ശ്ലോകം.
അഹോ മേ പശ്യതാ ജ്ഞാനം ഹൃദീരൂഢം ദുരാത്മനഃ പാരക്യസ്യൈവ ദേഹസ്യ ബഹ്വ്യോ മേ ശൗണീർഹതാ. വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ. വായിക്കൂ. അഹോ മേ പശ്യത ജ്ഞാനം ഹൃദി രൂഢം ദുരാത്മന ഭാരക്യസൈവ ദേഹസ്യ ബഹോ മേ അക്ഷോഹിണീർഹത. വിവർത്തനം ശീലപ്രഭാതയ്ക്ക്. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, അഹോ എന്റെ വിധി, ഏറ്റവും പാപിയായ മനുഷ്യനാണ് ഞാൻ. അജ്ഞാന നിർഭരമായ എന്റെ ഹൃദയത്തെ വീക്ഷിച്ചാലും അത്യന്തികമായി മറ്റുള്ളവർക്കായുള്ള ഈ ശരീരം അനേകം അക്ഷോഹിണികളെ പതിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, അഹോ കഷ്ടമാണ് എൻ്റെ കാര്യം, എന്നെപ്പോലെ പാപിയായിട്ടുള്ള വേറെ ആളില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ ഹൃദയം മുഴുവനും അന്ധകാരത്തിലാണ്, അവിദ്യയാണ്, എനിക്ക് അവിദ്യയിലാണ്. അത് ആരാണ് പറയുന്നത്? ധർമ്മരാജൻ. അദ്ദേഹം പറയുന്നു, ഈ ശരീരം മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കേണ്ടതാണ്, മറിച്ച് എന്നാൽ ഞാൻ ഉപയോഗിച്ചത് അവരെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ എത്ര വലിയ പാപിയാണ് ഞാൻ എന്നാണ് പറയുന്നത് യുധിഷ്ഠിര മഹാരാജാവ്. അതേപോലെ തന്നെ 49 അദ്ദേഹം പറയുന്നു, ബാലദ്വിജ സുഹൃന്മിത്ര പിതൃ ഭ്രാതൃ ഗുരുദ്രൂഹ നമേ സ്യാൻ നിരയാൻ മോക്ഷോ ഹി അപി വർഷായുതായുതൈ. വായിക്കാം. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാലദ്വിജാസുഹ്യന്മിത്ര പിതൃഗാത്രോ ഗുരുദ്രുഹ നാമേ സാനിലയോന്മോക്ഷോ ഹി വർഷായുധായുധേഹ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ നിരവധി കുമാരന്മാരെയും ബ്രാഹ്മണരെയും അഭ്യുദയകാംക്ഷികളെയും മിത്രങ്ങളെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും സഹോദരങ്ങളെയും വധിച്ചു. ആകയാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും ഈ പാപഫലങ്ങൾക്കായി വിധിക്കപ്പെട്ട നരകത്തിൽ നിന്നും എനിക്ക് ഒരിക്കലും മോചനം ഉണ്ടാവുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്ദേഹം പറയുന്നു, ഒരുപാട് കുട്ടികളെ, ബ്രാഹ്മണരെ, കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് അധികം പ്രായമായാത്ത ബാല, ബ്രാഹ്മണർ, അതേപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെയുള്ള സഹോദരങ്ങളെ പോലുള്ളവരെ ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചു. ഞാൻ കാരണം അവരൊക്കെ മരിക്കുന്നു. അപ്പോൾ എത്രയോ, അതായത് എത്ര ജന്മങ്ങൾ ഇനി ഞാൻ നരകത്തിൽ ഇരുന്നാലും ഇതിൻ്റെ പാപം അതോടുകൂടി തീരാൻ പോകുന്നില്ല, അത്രമാത്രം പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത്. 50. നൈനോ രാജ്ഞാ പ്രജാ ഭ്രാതുർ ധർമ്മയുദ്ധേ വധോ ദ്വിഷാം ഇതീമേന തു ബോധായ കൽപ്പതേ ശാസനം വചഃ. വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. നൈനോ രാജ്ഞ പ്രജാ ഭർത്തുർ ധർമ്മയുദ്ധേ വധോ ദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വചഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രജാപരിപാലനത്തിൽ നിരതനായ രാജാവ് ശരിയായ കാരണത്തിനായി വധം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരിക്കലും പാപമില്ല. എന്നാൽ ഈ അനുശാസനം എനിക്ക് ബാധകമല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജ് പറയുന്നു, സാധാരണഗതിയിൽ അതായത് ക്ഷത്രിയൻ ഡ്യൂട്ടി ചെയ്യുന്ന കൂട്ടത്തിൽ വേണ്ട കാര്യങ്ങൾക്ക് ധർമ്മയുദ്ധത്തിൽ ഒരാളെ കൊല്ലുന്നതിന് തെറ്റല്ല, അതിൽ ഒരു പാപവുമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ അല്ല, അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിനയമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അതായത് ഇല്ലാത്ത തെറ്റും ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യാത്ത തെറ്റിനെ ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കുന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ അദ്ദേഹം എടുക്കുന്നു. ഇത് സാധാരണ ആളുകൾക്ക് സാധിക്കുന്ന കാര്യമല്ല. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മനസ്സൊന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഹൃദയം അത്രമാത്രം ശുദ്ധമായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിന് തോന്നുന്നത്. മാത്രമല്ല ഇതിൻ്റെ റീസണും ഉണ്ട്. ഇങ്ങനെ എല്ലാവർക്കും തോന്നില്ല എന്നുള്ളതൊരു കാര്യം, ഭക്തർക്ക് ഇങ്ങനെയെല്ലാം തോന്നുകയുള്ളൂ. രണ്ടാമത് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളതും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്നാലാണ് ഭീഷ്മ പിതാമഹനെ കൊണ്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിപ്പിക്കുകയുള്ളൂ. കാര്യം ഭഗവാൻ പറഞ്ഞിട്ടും അതിൽ അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായയുടെ ഒരു കാര്യമാണ് ഇവിടെ, കളിയാണ് നടക്കുന്നത്.
തൽക്കാലം എങ്ങനെയാണോ അർജുനൻ യുദ്ധത്തിന് മുമ്പ് അർജുനൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അല്ലേ, ആ സമയത്ത് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു. അപ്പോൾ അവിടെ അർജുനന് കൺഫ്യൂഷൻ വന്നതുപോലെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് കൺഫ്യൂഷൻ വരുന്നു. അർജുനൻ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ലെവലും അദ്ദേഹത്തിൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഒക്കെ അതേപോലെ തന്നെയാണ് യുധിഷ്ഠിര മഹാരാജാവും. എന്നാൽ ഭീഷ്മ പിതാമഹനെ കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിപ്പിക്കുവാനും ഭീഷ്മ പിതാമഹനിലൂടെ ഭീഷ്മസ്തുതി നമ്മൾക്ക് എല്ലാവർക്കും കേൾപ്പിച്ചു തരാൻ വേണ്ടിയും ഒക്കെ. അപ്പോൾ അടുത്തൊരു അധ്യായം നടക്കുവാൻ, അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അടുത്ത ആഴ്ചയിൽ, അപ്പോൾ അല്ല നാളെ തന്നെ. അപ്പോൾ ആ ഒരു അധ്യായം അല്ലെങ്കിൽ ഭാഗവതത്തിൽ വന്നതിന് കാരണം ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു സ്ഥിതി, ഇപ്പോഴുള്ള മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് കിട്ടി? അർജുനൻ അന്ന് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഇതിൻ്റെ പുറകിലൊക്കെ ഓരോ റീസൺസും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 51-ാമത്തെ ശ്ലോകം. സ്ത്രീനാം മദ്ധത ബന്ധൂനാം ദ്രോഹോ യോഷാവ് ഇഹോതിത കർമ്മഭിർഗൃഹമേധീയർ നാഹം കൽപ്പോ വ്യപോഹിതും. വായിച്ചോളൂ. പ്രഭു. സ്ത്രീണാം മന്ദത ബന്ധൂനാം ദ്രോഹോ യോ സവിഹോതിതഃ കർമ്മഭിർഗൃഹമേധീയർ നാഹം കൽപ്പോ വ്യപോഹിതം. വിവർത്തനം. ശ്രീല പ്രഭാതർ കി ജയ്. സ്ത്രീജനങ്ങളുടെ നിരവധി ബന്ധുക്കളെ ഞാൻ വധിച്ചിട്ടുണ്ട്. ഭൗതിക പ്രവർത്തനങ്ങളാൽ അസാധുവാക്കാൻ സാധ്യമല്ലാത്ത വിധം അത്രത്തോളം ശത്രുതയ്ക്ക് ഞാൻ ഹേതുവായി. ഹരേ കൃഷ്ണ പ്രഭു. അദ്ദേഹം പറയുന്നു, ഒരുപാട് സ്ത്രീനാം ഹത ബന്ധുനാം, സുഹൃത്തുക്കളെയും, അതായത് സ്ത്രീകളുടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയൊക്കെ അനാഥരായി. കാര്യം അവരുടെ ബന്ധുക്കളെയെല്ലാം ഞാൻ കൊല്ലുന്നു, ഞാൻ കാരണം. അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ശത്രുതയുമായി ഇപ്പോൾ എന്നുള്ളതാണ് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത്. അപ്പോൾ ശീല പ്രഭുപാദ് ഈ ഭാവത്തിൽ പറയുന്നു, ഈ വേദങ്ങളിൽ പറയുന്നു പല യജ്ഞങ്ങളിലൂടെയും ഈവൻ ബ്രഹ്മഹത്യ പോലും, ബ്രാഹ്മണ ഹത്യ പോലും അതിനുള്ള പ്രായശ്ചിത്തം ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് നമുക്കറിയാം അശ്വമേധ യജ്ഞം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത് എന്ത് അശ്വമേധ യജ്ഞമാവട്ടെ, എന്ത് ചെയ്താലും ഇതിനൊന്നും പ്രായശ്ചിത്തമാവില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്തു എന്നുള്ളത് പറയുന്നു. പ്രഭുപാദ് നമുക്കായിട്ട് ഇവിടെ ഭഗവത്ഗീതയിലെ ശ്ലോകം 2 ശ്ലോകം ഇവിടെ അദ്ദേഹം ഭാവാർത്ഥത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവിധ കർമ്മങ്ങളുടെ ആ ഒരു റിയാക്ഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. യുധിഷ്ഠിര മഹാരാജാവിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ നമുക്ക് പ്രഭുപാദ് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നു കർമ്മത്തിൻ്റെ ആ കർമ്മബന്ധനത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി. യത് കരോഷി യത് അശ്നാസി യത് ജുഹോസി ദാസി യത് തപസ്യസ്യ കൗന്തേയ യത് കുരുഷോ അതർപ്പണം. നമ്മളറിയാം 9-ാമത്തെ അധ്യായത്തിലെ 27. ശുഭാശുഭ ഫലേർ ഏവം മോക്ഷ്യസ്യ കർമ്മബന്ധനെ സന്യാസയോഗ യുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഈ ഒരു ശ്ലോകം 27-28 വരുന്നത് നമുക്കറിയാം. അവിടെ പറയുന്നു ഭഗവാൻ, അതായത് ആ കർമ്മബന്ധനങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാവുമ്പോൾ എല്ലാവിധ കർമ്മ റിയാക്ഷൻസും അതിൽ നിന്ന് പോകുന്നു എന്നുള്ളത് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലോകം 52. യഥാ പങ്കേന പങ്കാംഭ സുരയാവാ സുരാകൃതം ഭൂതാഹത്യാം തതൈവൈകാം യജ്ഞേർമാർഷ്ടുമർഹതി. വായിച്ചോളൂ. പ്രഭു വായിക്കൂ. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം ഭക്തൃ. ശ്ലോകം 52. യഥാ പങ്കേന പങ്കാംഭാ സുരയാവാ സുരാകൃതം ഭൂതഹത്യാം തദൈവാകാം ന യജ്ഞേർമാർഷ്ടുമർഹതി. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ചെളിവെള്ളത്തെ ചെളിയാൽ ശുദ്ധമാക്കാൻ കഴിയില്ല. മദ്യസ്പർശത്താൽ അശുദ്ധമായ പാത്രത്തെ മദ്യത്താൽ ശുദ്ധീകരിക്കാനും സാധ്യമല്ല. അതുപോലെ തന്നെ മനുഷ്യവധത്തിന് മൃഗവധം മുഖേന പ്രതിക്രിയ ചെയ്യാൻ സാധ്യമല്ല. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ഒരു ഉദാഹരണം പറയുന്നു. അതായത് മദ്യം ഉപയോഗിച്ച് മദ്യത്തിൻ്റെ
മദ്യം ഉപയോഗിക്കുന്ന ആ കലത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. അതേപോലെ ചെളിവെള്ളം ഉപയോഗിച്ച് നമുക്ക് അതായത് ചെളിയെ നമുക്ക് കളയാൻ സാധിക്കില്ല. അതേപോലെയാണ് എന്തൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും അത് വേണമെങ്കിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന രീതിയിലുള്ള യജ്ഞങ്ങളൊക്കെ ശാസ്ത്രപ്രകാരമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ പോലും അതൊക്കെ ചെയ്താലും, ഉദാഹരണം അശ്വമേധ യജ്ഞം പോലുള്ള യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇതിനൊന്നും പ്രായശ്ചിത്തമാവില്ല. അത്രമാത്രം വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്നാണ് അദ്ദേഹം ഇവിടെ മഹാരാജ് യുധിഷ്ഠിരൻ പറയുന്നത്. ഇപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഈ ഒരു യജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നു. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ ഹരിനാമ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ള യജ്ഞങ്ങളൊന്നും ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിമൈൻഡേഴ്സാണ് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത് ഈ ശ്ലോകത്തിലൂടെ. അപ്പോൾ കാര്യം യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ ഇവിടെയുള്ള യജ്ഞം സങ്കീർത്തന യജ്ഞമാണ്, കലിയുഗത്തിലെ യജ്ഞം സങ്കീർത്തന യജ്ഞമാണ്. അതുകൊണ്ട് ആരാണോ സങ്കീർത്തന യജ്ഞം ഹരിനാമ യജ്ഞം ചെയ്യുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നു. എല്ലാ പാപങ്ങളും എല്ലാത്തിൻ്റെയും സൊല്യൂഷനാണ് ഹരിനാമം. ഹരിനാമത്തിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു. അങ്ങനെ ഭക്തിവേദാന്ത വിശദീകരണം സ്കന്ധം 1 അധ്യായം 8 ഇവിടെ കുന്തി മഹാറാണിയുടെ സ്തുതി ഇവിടെ അവസാനിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ, ശ്രീമദ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ, ഗൗഡി ഗുരുവൃന്ദ की जय, सचिनंदन श्री गौरहरि की जय, श्री गुरुदेवी की जय, श्री वृंदावन धाम की जय. जय जय श्री राधेश्याम. हरे कृष्ण. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. സാധു ഗുരു തമ്മിൽ എന്താ വ്യത്യാസം പ്രഭു? സാധു എന്ന് പറയുമ്പോൾ ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തൻ എന്നേ ഉള്ളൂ. ഗുരു എന്ന് പറയുമ്പോൾ അവർ ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധം അവിടെ അങ്ങനെ വരുന്നു. ഇപ്പോൾ ഏത് സാധുവിനും ഗുരുസ്ഥാനത്തിൽ ഉള്ള വ്യക്തികളെ സാധു എന്ന് വിളിക്കാം. പക്ഷെ അത് ജനറൽ ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡവത് പ്രണാം. ഇന്നലെ പ്രഭുജി പറഞ്ഞില്ലേ ഭക്തി വിനോദ് താക്കൂർ പറഞ്ഞു 4 തരക്കാര് ഭക്തിയിൽ പുരോഗമിക്കുന്നേ. അപ്പം പേടിയോടെ കൂടെ ചിലര് പ്രാർത്ഥിക്കുന്നു, ചിലര് എന്റെ ജോലി ഇതാണ് ജോലി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അവര് ഡ്യൂട്ടി ആയിട്ട് ഞാൻ അങ്ങനെയാ തോന്നുന്നു ചെയ്യുന്നത്, ഒരു ഡ്യൂട്ടി എന്നുള്ള. അപ്പൊ അത് പ്രേമഭക്തിയിലേക്ക് വരുമോ പ്രഭുജി? അതാണ് എന്തായാലും മാതാജി 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അല്ല, എന്റെ ഒരു സംശയം അറിയില്ല. ഞാൻ പറയുന്ന പ്രഭുജി, എനിക്ക് വേറൊരാള് അതൊക്കെയല്ലേ അറിയുള്ളൂ. ഞാൻ എന്റെ ചിന്ത അങ്ങനെയാണ്, ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ചെയ്യുന്ന പോലെ. ഡ്യൂട്ടി എന്നുള്ളത് അതും ഇപ്പോഴത്തെ ഒരു നമ്മുടെ അവസ്ഥയില് നമ്മുടെ ആരുടെ ഉള്ളിലും ആ ഒരു പ്രേമം വന്നിട്ടുണ്ടാവില്ല. ചില ഭക്തർക്ക് ഉണ്ടാവും. ജനറലി നോക്കുവാണെങ്കിൽ വന്നിട്ടില്ല. അത് നാച്ചുറലായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിന് സമയമെടുക്കും. അതുവരെ ഇതെല്ലാം ഒരു ഡ്യൂട്ടി പോലെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് നല്ലൊരു സ്റ്റേജിൽ ഓൾറെഡി ഉണ്ട്. കാര്യം നമ്മൾ പേടിയോടുകൂടി ഇത് ചെയ്തില്ലെങ്കിൽ പാപം കിട്ടുമെന്നുള്ളൊരു രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. 2 ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. അത് ആ 2 സ്റ്റേജും കടന്ന് 3ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തി. ഡ്യൂട്ടി എന്ന് പറയുന്നത് 3ാമത്തെയാണ്, പ്രേമത്തിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ നല്ല രീതിയിൽ ആത്മാർത്ഥയോടുകൂടി ഗുരു പറയുന്നതനുസരിച്ച്, കാര്യം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വൈദ്യസാധന ഭക്തിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതും അവിടെ വരുന്നു. അതായത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്ന, ഗുരുവിൻ്റെ ആജ്ഞയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ആളുകൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ അതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ പ്രേമഭക്തിയിൽ വരുമ്പോഴാണ് ഉള്ളിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് ഇത് നല്ല രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആവുമ്പോൾ ആ ഒരു പ്രേമഭക്തിയിലേക്ക്, രാഗഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു സിറ്റുവേഷൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, ഒരു ഡൗട്ട് ഉണ്ട്. ഇന്നലെ പ്രഭു പറഞ്ഞത് മൃതശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ പരമാത്മാവായി ഇരിക്കും. മനസ്സിലായില്ല? അപ്പം ആത്മാവ് പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞത് മൃതശരീരത്തിൽ ഇരിക്കുമ്പോൾ മൃഗമായിട്ട്
മൃതാന്ന് ഞാൻ പറഞ്ഞു, മൃതശരീരം എന്നല്ല പറയും, മൃഗം. ഞാൻ പറയുന്നത് മൃഗം എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. നമ്മൾ ആനിമൽ ബോഡിയിൽ ഇരിക്കുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മൃതശരീരത്തിൽ എങ്ങനെ ഭഗവാൻ മൃതശരീരത്തിൽ ഹരേ കൃഷ്ണ. വാക്കുകൾ തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതാണ്. അത് നല്ലതാണ്. കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഉടനെ പുഴുവിന്റെ കാര്യം പറഞ്ഞു, പക്ഷികളുടെ മരങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാലോ, മൃഗത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ശരി. അടുത്തത് യെസ് മാതാജി പറയൂ. നമ്മളിപ്പം കുന്തിസ്തുതി പഠിച്ചു കഴിഞ്ഞു. ശരിക്കും കുന്തിദേവി ഒരു ഭക്തിയുടെ നിറകുടമാണ്. കുന്തിദേവി ജീവിതത്തിൽ ഇത്രയധികം പോരാടിയ ഒരു സ്ത്രീരത്നവും നമ്മുടെ ഒരു ശാസ്ത്രത്തിലും കാണാറില്ല. ചെറുപ്പം മുതൽ തന്നെ പരീക്ഷണങ്ങളിലൂടെയുള്ള ജീവിതം. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ മാറി താമസിക്കേണ്ടി വന്നു. ശൂരസേന മഹാരാജാവിന്റെ മകളായിട്ട് കുന്തിഭോജന്റെ വളർത്തുമകളായി ജീവിച്ചു. പാണ്ഡു മഹാരാജാവിന്റെ ഭാര്യയായെങ്കിലും ദാമ്പത്യ സുഖം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. സ്വന്തം പുത്രനായ കർണന് അമ്മയുടെ വാത്സല്യം നൽകി വളർത്തുവാനും ഭാഗ്യം ഉണ്ടായി. പിന്നെ ഭർത്താവിന്റെ അകാല മരണം, കൗരവരുടെ ഉപദ്രവങ്ങള്, മഹാഭാരത യുദ്ധത്തിൽ സ്വന്തം മക്കളുമായിട്ട് പൊരുതി കർണന്റെ വധം, അർജുനൻ വധിക്കുന്നത്, പിന്നെ കൊച്ചുമക്കളുടെ മരണം, രാജ്ഞിയായിട്ട് വനവാസം, രാത്രിയുടെ ജീവിത സുഖങ്ങളും അനുഭവിച്ചിട്ടില്ല. പിന്നെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, ഇതെല്ലാം ഒരു അമ്മ സഹിച്ച് മക്കളുടെ കൂടെ നിന്ന് അവരുടെ ഒരു മാതൃ സ്നേഹവും കൊടുത്തു ഭഗവാനെ സ്നേഹിച്ച് വീണ്ടും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എനിക്ക് ദുഃഖങ്ങൾ തരുമെന്ന്. പക്ഷെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ ഭഗവാനെ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അല്ല, ആ പ്രേമ ഭക്തിയാണ് കുന്തിദേവി സ്വന്തം അച്ഛന്റെ സഹോദരി ആയിട്ട് പോലും ഭഗവാനെ ആ ഒരു ലെവലിലാണ് കാണുന്നത്. അത്രയ്ക്കും സ്ത്രീകളായ എല്ലാവർക്കും ഒരു പാഠമാണ് കുന്തിദേവിയുടെ സഹനം, മാതൃ സ്നേഹം, ഈശ്വരഭക്തി, രാജ്യസ്നേഹം, ബന്ധുസ്നേഹം എല്ലാം നമുക്ക് സ്ത്രീകളായ എല്ലാവർക്കും നമുക്കൊരു പാഠമായിട്ട് കൊണ്ടു നടക്കാൻ, ഏത് ദുഃഖത്തിലും ഏത് പ്രശ്നത്തിലും കുന്തിദേവിയുടെ ആ സഹനം ഓർത്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം അതിനെ അതിജീവിക്കാൻ സാധിക്കും. പ്രഭു വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമാധാനവും സന്തോഷങ്ങളും എല്ലാത്തിനും നമുക്ക് അത്രയൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ശരിക്കും കുന്തിദേവി അനുഭവിച്ച ദുഃഖങ്ങൾ ഈ ലോകത്ത് ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ല. ഒരുത്തരും ചെറിയ ദുഃഖങ്ങൾ വലുതായിട്ട് കാണുന്നവരാണ് എല്ലാവരും. പക്ഷെ ഇത് ഓർത്തു കഴിയുമ്പോൾ ആർക്കും നമുക്ക് അവരുടെ കുന്തിദേവിയുടെ അടുത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ല. ഹരേ കൃഷ്ണ പ്രഭു. കുന്തിദേവി 100 പ്രണാമങ്ങൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ബോൾ. താങ്ക് യു സോ മച്ച് മാതാജി. ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി മാതാജി. ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 മിനിറ്റിൽ കുന്തിദേവിയുടെ ജീവിത ചരിത്രം മുഴുവനും മാതാജി ഇവിടെ പറഞ്ഞു. അത് ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുന്തി മഹാറാണിയെ മാതാജി സ്തുതിക്കുന്നു. കുന്തി മഹാറാണി ഭഗവാനെ സ്തുതിക്കുന്നതാണ് കുന്തി സ്തുതി. ഇവിടെ മാതാജി കുന്തി ദേവിയെ സ്തുതിച്ചു. അതിമനോഹരം. ഒരുപാട് സന്തോഷം കേട്ടപ്പോൾ. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നേണ്ടതും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിയലൈസേഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോൾ അതെല്ലാം മാതാജി നല്ലൊരു ഉദാഹരണമായി ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞു. ഒരുപാട് സന്തോഷം. എല്ലാവരും അവിടെ ഇരുന്ന് എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് മാതാജിക്ക് ഒരു പ്രണാമം, കൈയടിയും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ചൊല്ലുക. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഒരു വലിയൊരു സന്തോഷം മാതാജി അത്രയും പറഞ്ഞതില്. സോ പ്രഭുജിയോടും മാതാജിക്കും എല്ലാവർക്കും വേണ്ടി ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം, മൈൻഡപ്പ് ചെയ്യാം.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ കൽപതരൂപേച കൃപാ സിന്ധുപൈവ ച പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ। अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र के शिला प्रभुपाद की जय, श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु जी, दंडवत प्रणाम। हरे कृष्ण Krishna Prabhuji, thank you Prabhuji, Hare Krishna.